നിങ്ങളുടെ നാട് ഞാൻ മറക്കൂല. അതിനുള്ള കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അന്ന് ബറാഅത്തിൻ്റെ നോമ്പ് പിടിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ എനിക്കൊരു സാധനം കൊണ്ടുവന്നു, ഒരു വെള്ള ഉണ്ട പോലെ ഇരിക്കണ ഒരു ബോൾ പോലൊരു സാധനം. അതെന്താണെന്നറിയില്ല, എനിക്കത് പെട്ടെന്ന് കണ്ടപ്പം ജയിലിലെ ഉണ്ട ഓർമ്മ വന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഞാനത് ചോദിച്ചു എന്തേന്ന് കിട്ടി. ഇന്ന് കിട്ടിയില്ല. അത് ഇന്ന് ഭക്ഷണം കഴിച്ച് കാടി വെച്ച് എന്താ ഇന്ന സാധനം ഇല്ലേന്ന്. അപ്പം അന്ന് നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വന്നിട്ട് ഇതെൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു വർഷം അന്ന് വന്നു. അൽഹംദുലില്ലാ ഈ കാണുന്ന മനോഹരമായ കോളേജ് അന്ന് കുട്ടികൾക്കൊക്കെ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അന്ന് പായി കിടന്ന കുട്ടികൾക്ക് കടക്കാൻ കട്ടിൽ വാങ്ങിക്കൊടുത്തു, മെത്ത വാങ്ങിക്കൊടുത്തു. ആ കുട്ടികളെ അൽഹംദുലില്ലാ ആ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കുന്ന ഒരു മക്കൾക്ക് നൽകേണ്ട പരിഗണന നിങ്ങൾ നൽകി. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാടില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടാ. ഇവിടെ വന്നിട്ട് ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നതുപോലെയുണ്ട്. നാട്ടിലൊക്കെ ചൂടെന്ന് പറഞ്ഞാൽ ഭയാനകമായ ചൂട്, രാത്രിയും പകലും ഒരവസ്ഥയും കഴിയുന്നില്ല, അത്രയ്ക്കും ചൂട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ മഞ്ഞ്, എല്ലാത്തിലും മഞ്ഞ. അപ്പം എന്താ നല്ല സന്തോഷം, അൽഹംദുലില്ലാ. അപ്പം ആ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ നിങ്ങളെ ഈ മഞ്ഞത്തിരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 മണിയായി. എത്ര വരെ ഇരിക്കും നിങ്ങളൊക്കെ? എത്ര മണി വരെ ഇരിക്കും? 1 മണി വരെ. അൽഹംദുലില്ലാ അല്ലാഹു നിങ്ങളുടെ നിയ്യത്ത് അൽഹംദുലില്ലാ നല്ല മനസ്സ് ഉണ്ടല്ലോ. 1 മണി വരെ ഒന്നും ഇരിക്കണ്ട, 11:30 വരെ ഇരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു നല്ല കാര്യം പറഞ്ഞു അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ശഅബാനിൻ്റെ രാത്രിയിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? അതോ എന്നെ പെരുവഴിയിലിട്ടിട്ട് ഓടുവോ? അവസാനം വരെ കൂടെ ഉണ്ടാവോ? പറചങ്ങാതി ഉണ്ടാവോ? എന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനായ മിത്തബയിൽ ജബ്ബാർ ഉസ്താദിൻ്റെ ഒരു വലിയ പങ്ക് ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലുണ്ട്. അല്ലാഹു ഉസ്താദ് അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഇന്ന് ജബ്ബാർ ഉസ്താദ് ഇല്ലെങ്കിലും ജബ്ബാർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ ഇന്നലെ അൽഹംദുലില്ലാ ആ ഒരു പേരിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ എനിക്ക് ഉസ്താദിൻ്റെ നാട്ടിലായിരുന്നു, ഇന്നലെ മിത്തബയിലായിരുന്നു ആയത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഈ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ അൽഹംദുലില്ലാ ഇന്നലെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, അത്രയും ജനം. എനിക്ക് തന്നെ വല്ലാത്ത അത്ഭുതം പോയി. അൽഹംദുലില്ലാ. അപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകൻ ഇത്രയും ദൂരെ നമുക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷെയ്ഖുൽ ജാമിയെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ തന്നെ BC റോഡിൽ നിന്ന് ഇവിടെ വരെ വണ്ടിക്കകത്തിരുന്നപ്പോൾ എനിക്ക് തന്നെ വയ്യ. ഇപ്പോൾ ഞാൻ ഷെയ്ഖുനാട് അവസ്ഥ ഒന്ന് ആലോചിച്ചു. പടച്ചോനെ, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കയറി, ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു ഉസ്താദ് അവറുകൾ ഇന്ന് ഇവിടെ വരെ എത്തി, ഇപ്പം തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാം. ഈ പ്രായമുള്ള സമയത്തൊക്കെ എന്ന് ഈ യാത്രയൊക്കെ അല്ലാഹുവേ പടച്ചോൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. ഒരുപാട് കാലം നമുക്കൊക്കെ നേതൃത്വം നൽകാൻ അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിരിവിൻ്റെ കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അവനവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കൊടുക്കുക, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇരിക്കൂലേ? ഇതപ്പോൾ ഒരു പിണക്കം. ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ 5 നയാ പൈസ തരാനുണ്ടോ? മനുഷ്യ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ ബഹളവോ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വർഷം ഇവിടെ